ഇന്ന് നമ്മൾ പഠിക്കുന്ന 5 കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങളിൽ ഒരെണ്ണമെങ്കിലും നമ്മുടെ ലൈഫിലില്ല എങ്കിലേ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ തിരിഞ്ഞു നോക്കൂല. നമ്മുടെ വീട് പിശാചിൻ്റെ കേന്ദ്രമായി തീരും. മാത്രമല്ല, സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. നമ്മളെപ്പോലെ ടെൻഷൻ അനുഭവിച്ച് നരകിക്കുന്നവർ വേറെ ഉണ്ടാവില്ല. ഏതൊക്കെയാണ് 5 കാര്യങ്ങൾ? ഇതില്ലാതിരുന്ന ഇത്ര വലിയ അപകടമാണെങ്കിൽ പഠിക്കണ്ട നമുക്ക് ഏതൊക്കെയാണെന്ന്. അള്ളാഹു പഠിക്കാൻ, ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ വീട്ടിലൊക്കെ റാഹത്തല്ലേ എല്ലാവർക്കും? അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ വീട് സമാധാനത്തിൻ്റെ കേന്ദ്രമാക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്ന 5 കാര്യങ്ങളുണ്ട്. ഈ 5 കാര്യങ്ങളിൽ ഒന്നുപോലും നമ്മുടെ വീട്ടിൽ നിന്ന് മാറിക്കാൻ പറ്റില്ല. ഈ ഒരെണ്ണമെങ്കിലും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പിന്നെ സമാധാനം ഉണ്ടാവില്ല കേട്ടോ. സമാധാനം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, വീട് പിശാചിൻ്റെ കേന്ദ്രമാവുമെന്നും മാത്രമല്ല, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ മൈൻഡ് ചെയ്യില്ല കേട്ടോ. ഹബീബിൻ്റെ സവിധത്തിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടാവില്ല. അതേതൊക്കെയാണെന്ന് പഠിക്കണ്ടേ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ പെട്ടെന്ന് നമ്മിൽ നിന്ന് വന്നു പോവാണ് റബീഉൽ അവ്വൽ മാസം അല്ലേ? ഈ റബീഉൽ അവ്വൽ കടന്നിങ്ങനെ പോകുമ്പോൾ എന്താ നമുക്ക് ലഭിച്ചത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്തെങ്കിലും എക്സ്ട്രാ എടുക്കാൻ, ഒരു കൂടുതൽ ഒരു സുന്നത്തെങ്കിലും എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയോ? മുത്തുനബിക്ക് ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം ഒഴിവാക്കാൻ പറ്റിയോ? അവിടുത്തെ മേലുള്ള സ്വലാത്തുകൾ, മൗലിദുകൾ അല്പമൊന്ന് കൂടുതൽ പതിവാക്കാൻ നമുക്ക് പറ്റിയോ? ഇതൊന്നുമില്ലാതെ ഈ റബീഉൽ അവ്വലിനെ യാത്രയാക്കിയാൽ ഈ റബീഉൽ അവ്വലായ അതിഥി മുത്തുനബിയോട് എന്താ പറയുക? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇഷ്ടമാണോ നിങ്ങൾക്ക് മുത്തുനബിയെ? ഇഷ്ടമാണോ? ഒന്ന് കമൻറ്റ് ചെയ്തേ. മുത്തുനബിയെ ഇഷ്ടമാണോ? അള്ളാഹു ആ മഹബത്തിൽ വർധനവ് നൽകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽബിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? കുറേ മനുഷ്യന്മാർ നരകത്തിലേക്ക് പോകുമ്പോൾ അള്ളാൻ്റെ റസൂൽ ഇടപെട്ടിട്ട് അവരെ സ്വർഗത്തിലേക്ക് വിടിയിക്കുന്ന ചില രംഗങ്ങളൊക്കെ ഉണ്ട് നരകത്തിൽ, ആഖിറത്തിൽ. പക്ഷേ അതെല്ലാവരുടെയും കാര്യത്തിൽ മുത്തുനബി തങ്ങളുടെ ഇടപെടില്ല. അവിടുത്തെ മനസ്സിൽ സ്ഥാനമുള്ള ആളുകൾക്ക് ആ ഒരു അവസരം ലഭിക്കുള്ളൂ. നമുക്കും വേണം മുത്തുനബിയുടെ കൽബിലൊരു സ്ഥാനം. നമ്മൾ പറയുന്നുണ്ട് നമ്മൾ വലിയ മുഹിബ്ബീങ്ങളാണ്, മറിച്ചതാണെന്നൊക്കെ പറയും. പക്ഷെ ഹബീബിൻ്റെ കൽബിൽ ഒരു സ്ഥാനം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? അതിനെന്ത് വേണം? നമ്മൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഥാർത്ഥ രൂപത്തിൽ സ്നേഹിക്കണം. ഹബീബായ തങ്ങളെ യഥാർത്ഥ രൂപത്തിൽ സ്നേഹിക്കണം. മുത്തുനബിയോട് നമുക്ക് ഇഷ്ടമുണ്ടോ എന്നറിയാനായിട്ട് 5 അടയാളങ്ങളുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് എത്ര അടയാളം? 5 അടയാളം. ഈ 5 അടയാളങ്ങളിൽ ഒരെണ്ണമെങ്കിലും നമ്മളിലില്ലെങ്കിൽ മുത്തുനബിയോട് മഹബത്ത് നമ്മുടെ കൽബിലില്ല കേട്ടോ. മുത്തുനബിയോട് മഹബത്തില്ല എങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ തകർച്ചയുണ്ടാകും. നമ്മുടെ വീട്ടിൽ മുത്തുനബിയുടെ മഹബത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നില്ല എങ്കിൽ അത് പിശാചിൻ്റെ കേന്ദ്രമാകും. ഹബീബിനോട് യഥാർത്ഥ മഹബത്തില്ല എങ്കിൽ ഈ ദുനിയാവിലും നാളെ പരലോകത്തും മുത്തുനബി നമ്മളെ തിരിഞ്ഞു നോക്കാതെ വരും. നമ്മളെക്കാൾ നശിച്ച വർഗം പിന്നാരാൻ? അള്ളാഹു റബ്ബുൽ ആലമീൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഥാർത്ഥ രൂപത്തിൽ മഹബത്ത് വെക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പം നിങ്ങൾ മുത്തുനബിയോട് മഹബത്തുണ്ട് എന്നല്ലേ പറഞ്ഞത്? 5 അടയാളങ്ങൾ പറയട്ടെ. ഈ 5 എണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും ഇല്ലെങ്കിൽ ഉറപ്പിച്ചോ നമ്മുടെ കൽബിൽ യഥാർത്ഥ മഹബത്തല്ല. അപ്പോൾ ഈ ക്ലാസ് കഴിയുന്നതോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ 5 കാര്യങ്ങളിൽ ഒന്ന് പഠിക്കാം. ഒന്നെന്താണെന്നറിയോ? അത്തഖല്ലുഖു ബി അഖ്ലാഖിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം നമ്മുടെ സ്വഭാവമായി മാറുക. യഥാർത്ഥ മഹബത്താണ് മുത്തുനബിയോടെങ്കിൽ മുത്തുനബിയുടെ സ്വഭാവം നമ്മിലുണ്ടാവും. മനസ്സിലാകുന്നുണ്ടാ? മുത്തുനബി ആകാൻ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. പക്ഷെ അവിടുത്തെ സ്വഭാവം മുഴുവൻ കൊണ്ടു നടക്കാനും നമ്മളെ കൊണ്ട് പറ്റില്ല. അവിടുത്തെ സ്വഭാവത്തെ അനുധാവനം ചെയ്യാനുള്ളൊരു മനസ്സെങ്കിലും അല്ലേ? ആ സ്വഭാവം നമ്മിലേക്ക് ആവാഹിച്ചെടുക്കാനുള്ളൊരു മനസ്സുണ്ടാകുക. മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന് 10 കൊല്ലമാണ് മുത്തുനബിക്ക് സേവനം ചെയ്തത് ഇല്ലേ? ഈ 10 കൊല്ലം സേവനം ചെയ്തിട്ട് എന്താ അനസ് നീ അങ്ങനെ ചെയ്തത് എന്നുള്ളൊരു ചോദ്യം മുത്തുനബി ചോദിച്ചിട്ടില്ല. ആ ഒരു ധാർഷ്ട്യം കലർന്ന സംസാരം അഷ്റഫുൽ ഹൽക്കിൽ നിന്നുണ്ടായിട്ടില്ല കേട്ടോ. ഒരിക്കൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അനസേ മോൻ ആരെയും വെറുപ്പിക്കാതെ ജീവിക്കണം, ഒരാളെയും വെറുപ്പിക്കരുതേ.
രാത്രി കടന്നുറങ്ങാൻ നേരത്ത് നിൻ്റെ മനസ്സിൽ ഒരാളോടും വെറുപ്പുണ്ടാകുകയും ചെയ്യരുത്. വദാലിക മിൻ സുന്നത്തി, അതെൻ്റെ ചര്യയാണ്. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, എൻ്റെ ആ ചര്യയെ നീ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതെന്നെ ഇഷ്ടപ്പെട്ടതുപോലെയാണ്, എന്നെ ഇഷ്ടപ്പെട്ടതുപോലെയാണ്. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, എന്നെ ഇഷ്ടപ്പെട്ടാൽ എന്നോടൊപ്പം സ്വർഗത്തിലാണ് അവരെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ സ്വഭാവം നമ്മുടെ സ്വഭാവമായി മാറണം. ഇബ്രാഹിമുൻ നഖീർ റളിയല്ലാഹു അൻഹു പറയുന്ന വലിയ മഹാനുണ്ട്. മഹാനവറുകൾക്ക് കോങ്കണ്ണാണ്. കോങ്കണ്ണുള്ള ആളുകൾ നമ്മൾ കണ്ടിട്ടില്ല. ഒരിക്കലും ഒരാളെയും പരിഹസിക്കരുത് കേട്ടോ. അപ്പോൾ ഇബ്രാഹിമുൻ നഖീർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനുണ്ട് സുലൈമാൻ ഇബ്നു മിഹ്റാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ചയും കുറവാണ്. അങ്ങനെ ഇബ്രാഹിമുൻ നഖീർ റളിയല്ലാഹു അൻഹു കോങ്കണ്ണനാണ്. അവിടുത്തെ ശിഷ്യൻ സുലൈമാൻ ഇബ്നു മിഹ്റാൻ റളിയല്ലാഹു അൻഹു കണ്ണിന് കാഴ്ച പറഞ്ഞ ആളുമാണ്. അപ്പോൾ പള്ളിയിലേക്ക് പോകാൻ സമയമാകുമ്പോൾ ഉസ്താദായി ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിനെ സുലൈമാൻ റളിയല്ലാഹു അൻഹുവിനെ കൈ പിടിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ പുറത്ത് കുറേ ട്രോളന്മാരിരിപ്പുണ്ടാവും കളിയാക്കാനായിട്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മോനെ സുലൈമാനെ, നമുക്ക് ബാക്കിലുള്ള വഴി കൂടെ പോവാം. പുറത്ത് കുറേ കുട്ടികളിരിപ്പുണ്ടാവും, അവർ നമ്മളെ പരിഹസിക്കും. അപ്പോൾ സുലൈമാൻ, കാരണം നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ഏതാ കൊണ്ടുപോകണത്, കൈ പിടിച്ചുകൊണ്ട് പോകണത് കോങ്കണ്ണുള്ള മനുഷ്യനെ, കൈ പിടിക്കണ മനുഷ്യനാരാ? കണ്ണ് കാണാത്ത മനുഷ്യൻ. അപ്പോൾ ആൾക്കാർ എന്തേടാ കണ്ണുകൊട്ടൻ കോങ്കണ്ണനെയും കൊണ്ട് പോകണമെന്ന് പറഞ്ഞ് കളിയാക്കാൻ കുറേ പേര് ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബാക്കിൽ കൂടെ പോകാമെന്ന് പറഞ്ഞത്. അപ്പോൾ ശിഷ്യനായ സുലൈമാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അല്ല ഉസ്താദേ, അവർ ട്രോളിയാരല്ലേ നമുക്ക് കൂലിയിട്ടുള്ളൂ? അവർ ട്രോളിയാൽ നമുക്ക് കൂലിയിട്ടില്ല, അവർ പരിഹസിക്കട്ടേന്നേ, നമുക്ക് കൂലിയിട്ടൂലേ? അപ്പോൾ ഇബ്രാഹിമുൻ നഖീർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മോനെ, സംഭവം അവർ നമ്മളെ കളിയാക്കുമ്പോൾ നമുക്ക് കൂലിയിട്ടും, പക്ഷേ അവർ നരകത്തിൽ പോവില്ലേ? ഉമ്മത്ത് മുഹമ്മദല്ലേ, നമ്മുടെ സഹോദരങ്ങളല്ലേ, അവർ നരകത്തിൽ പോണത് എങ്ങനെയാണ് നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഇതാണ് മുത്ത് ഹബീബിൻ്റെ സ്വഭാവം സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായെങ്കിൽ ഹബീബിൻ്റെ സ്വഭാവം നമ്മിലുണ്ടോ? യഥാർത്ഥ മഹബത്തുള്ളവനാണെങ്കിൽ ഖൽബിൽ അതുണ്ടാവും. ഇതെവിടെ നിന്ന് തുടങ്ങണം? ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ ആരാന്നറിയോ? നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ കുടുംബത്തോട് മാന്യമായിട്ട് പെരുമാറുന്നവനാണ്. അപ്പോൾ സ്വഭാവം നന്നാക്കാൻ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് നാട്ടിൽ. നാട്ടിലൊക്കെ പക്ക ഡീസൻ്റാണ്, വീട്ടിലേക്ക് വന്നാലോ ഒരു വകക്ക് കൊള്ളൂല. അവൻ മുത്തുനബിയുമായിട്ടൊരു ബന്ധമില്ല കേട്ടോ, അവൻ മുത്തുനബിയായിട്ടൊരു ബന്ധമില്ല. വീട്ടിൽ നല്ലവനാണോ എന്നിട്ട് നാട്ടിൽ നന്നായാൽ മതി. മനസ്സിലായ? ഭാര്യ പറയണം ഇത് എൻ്റെ കെട്ടിയോൻ പക്കയാണെന്ന്. ഈ ഹദീസ് കേട്ടപ്പോഴേ അന ഖിയാറുക്കും ലി അഹ്ലി, ഞാനാണ് നിങ്ങളെക്കാൾ ഏറ്റവും ഉത്തമർ. കാരണം എന്താ? ഞാൻ എൻ്റെ കുടുംബത്തോട് വളരെ നീറ്റായിട്ട് പെരുമാറുന്ന ആളാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉർവത്ത് റളിയല്ലാഹു അൻഹു പയ്യെ ആയിഷ ബീവിയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ആയിഷുമ്മ, റസൂലുള്ള എങ്ങനെയായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആയിഷ ബീവി 5 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, വീട് അടിച്ചു വാരും. എന്ത് ചെയ്യുമായിരുന്നു മുത്തുനബി? വീട് അടിച്ചു വാരും. രണ്ടാമത്തേത്, ആടിനെ കറക്കും. ആടിനെ കറന്നിട്ട് എന്ത് ചെയ്യും? നമുക്കറിയാമല്ലോ ഹദീസ് അല്ലേ? ആടിനെ കറന്നിട്ട് ഗ്ലാസ്സിലേക്ക് പാലാക്കും, എന്നിട്ട് ആയിഷ ബീവിയുടെ ചുണ്ടത്തേക്ക് വെച്ച് കൊടുക്കും. ആയിഷ ബീവി കുടിച്ചു കഴിഞ്ഞിട്ട് ആ ഗ്ലാസ് ഇങ്ങനെ തിരിക്കും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചുണ്ട് പതിഞ്ഞ സ്ഥലത്ത് നിന്ന് തന്നെ അതേ സ്ഥലത്ത് തൻ്റെ ചുണ്ട് വെച്ച് കുടിക്കും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 60 വയസ്സ് കഴിഞ്ഞപ്പോഴും റൊമാൻസ് വിട്ടിട്ടില്ല മുത്തുനബിക്ക്. റൊമാൻറ്റിക്കായി ജീവിക്കാൻ പറ്റണം, അത് മുത്തുനബിയുടെ സുന്നത്താണ്. അതുപോലെ ബക്കറ്റ് പൊട്ടിയത് നന്നാക്കും, ചെരുപ്പ് പൊട്ടിയത് നന്നാക്കും, ഭാര്യ ഇങ്ങനെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യും. 5-മത്തേത് എന്താ? ബാങ്ക് വിളിച്ച നേരെ പള്ളിയിൽ പോവും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എല്ലാ കാര്യത്തിനും പ്രിയപ്പെട്ടവരുടെ കൂടെ ഉണ്ടായിരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആയിഷ ബീവി പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ റസൂലുള്ളാഹി, എൻ്റെ മുത്തുനബി വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് പിന്നെ പണി കുറവാണ്. എങ്ങനെ? എൻ്റെ മുത്തുനബി വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് പണി കുറവാണ്. നമ്മൾ വീട്ടിലെങ്കിൽ കെട്ടിയോളം എന്താ പറയുക? നിങ്ങൾ വന്നു കയറിയ മനുഷ്യന് ഇരട്ടി പണിയാണ്. നമ്മൾ മുത്തുനബി ആവാൻ പറ്റുമോ? കാരണം മനസ്സിലാകുന്നുണ്ട്, ഇത് ഭർത്താക്കന്മാർക്ക് മാത്രമൊന്നും ഉള്ളതല്ല കേട്ടോ, ഭാര്യമാർക്കും വേണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരിക്കൽ ഒരു യാത്രാമധ്യേ സഫിയ റളിയല്ലാഹു അൻഹ ഒട്ടകത്തിൻ്റെ മേലുണ്ട്. അവിടുത്തെ ഒട്ടകത്തിരി ബാക്കിലായിപ്പോയി. അപ്പോൾ കരയാൻ തുടങ്ങി. സ്ത്രീകളല്ലേ, പെട്ടെന്ന് കരയും. ഒരു യാത്രാമധ്യം നമ്മുടെ കെട്ടിയോട് കയറിയാണെങ്കിൽ, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞാലേ ഈ കെട്ടിക്കിറങ്ങി പോരണ്ടാന്ന്, അവിടെ കിടന്നാൽ പോരായിരുന്നു എനിക്ക് അല്ലേ ചോദിക്കൂലേ? സഫിയ റളിയല്ലാഹു അൻഹ അറിയാൻ തുടങ്ങിയപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് അവിടെ നിന്ന് ഓടി വരുന്നുണ്ട്. മുമ്പിൽ നിന്ന് ഓടി വന്നിട്ട് കണ്ണിൽ നിന്നിട്ട് വീഴുന്ന കണ്ണുനീര് തുടച്ചിട്ട്, സഫിയ മോൾ കരയല്ലേ ആശ്വസിപ്പിക്കാൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു സ്വഭാവമാണ് അല്ലേ? വീട്ടിൽ നിന്ന് തുടങ്ങണം, എന്നാൽ നാട്ടിലത് റെഡിയാവും. ഹുനൈൻ യുദ്ധവേളയിൽ ഒരു സ്വഹാബിയുടെ കാലിലെ ചെരുപ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
കാലിലിങ്ങനെ കൊണ്ടു, ചെരുപ്പൊന്ന് കൊണ്ടു ഒട്ടകത്തിൻ്റെ മേലെ കയറി ഇരിക്കുമ്പോൾ. അപ്പോൾ റസൂലുള്ളാഹിക്ക് വേദനിച്ചു. മോനെ കാലൊന്ന് മാറ്റിയേ, എനിക്ക് വേദനിച്ചു എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ യുദ്ധം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടും സ്വഹാബിക്ക് സമാധാനമില്ല. പടച്ചോനെ, എൻ്റെ കാല് മുത്തുനബിയുടെ മേത്തുകൊണ്ടു, എനിക്കെതിരെ വല്ല ആയത്തിറങ്ങുമോ, എന്നെ അള്ളാഹു ശപിക്കുമോ? നേരം വെളുത്തപ്പോണ്ട്, രാത്രിയൊന്നും ഈ സ്വഹാബി ഉറങ്ങിയിട്ടില്ല കേട്ടോ. നേരം വെളുത്തപ്പോൾ ഒരു സ്വഹാബി വീട്ടിൽ വന്നേക്കാണ്, നിങ്ങൾ റസൂലുള്ള വിളിക്കുന്നുണ്ട്, ഉറപ്പിച്ചു എനിക്കെതിരെ അള്ളാഹു ആയത്തിറക്കിയിട്ടുണ്ട്, എൻ്റെ ജീവിതം തകർന്നു. അപ്പോൾ ഓടിച്ചെല്ലാണ് ഹദറത്ത് റസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങളെ 80 ഒട്ടകത്തിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ ആ ഒട്ടകം മുഴുവൻ എൻ്റെ മോനുള്ളത് കേട്ടോ. ഇന്നലെ മോന് വേദനിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടണേ, മോന് വിഷമമായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണേ. മോൻ്റെ കാല് കൊണ്ടപ്പോൾ ശക്തമായി വേദനിച്ചുകൊണ്ട് ഞാനൊന്ന് മാറ്റാൻ പറഞ്ഞതാട്ടോ, മോൻ വിഷമിക്കണ്ട, ആ ഒട്ടകം മുഴുവൻ മോനുള്ള സമ്മാനാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു സ്വഭാവമാണിത്! ഈ സ്വഭാവം ഏറ്റവും ചുരുക്കി പറയട്ടെ, നമ്മിലുണ്ടെങ്കിൽ മുത്തുനബിയോട് മഹബത്തുണ്ട്, നമ്മളിലില്ലെങ്കിൽ യഥാർത്ഥ മഹബത്തിൻ്റെ ആളുകളല്ല നമ്മൾ എന്നാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇത്തിബാഉ സുന്നത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിൻ്റെ സുന്നത്തുകളെ അനുധാവനം ചെയ്യുക. സുന്നത്തുകൾ ഇപ്പോൾ എങ്ങനെ നമ്മൾ അനുധാവനം ചെയ്യണേ? മുത്തുനബിയെ സ്നേഹിച്ചുകൊണ്ട് അനുധാവനം ചെയ്യണം. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ തേടിയിട്ട് മുഅ്തസില വിഭാഗത്തിൻ്റെ പട്ടാളം ഇങ്ങനെ റോന്തി വിട്ടുന്നുണ്ട്. അഹ്മദ് ബിൻ ഹംബലിനെ പിടിച്ചുകൊണ്ടുവന്ന് ശക്തമായി ചാട്ടവാറടി കൊടുക്കണം. 10 ലക്ഷത്തിൽ പരം ഹദീസ് മനപ്പാടുള്ള മഹാന്മാരൊക്കെ അനുഭവിച്ച വേദനയാണ്. അപ്പോൾ പട്ടാളം അന്വേഷിച്ചിറങ്ങിയപ്പോൾ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു ഗുഹയുടെ അകത്ത് പോയി ഒളിച്ചു. സേഫാണ്, ഒളിക്കണം. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയേക്കാണ്. ഇപ്പോൾ ശിഷ്യന്മാരൊക്കെ പറയുന്നുണ്ട്, ഉസ്താദ് കയറിയിരിക്കും, ഷെയ്ഖ് അവർകളെ കയറിയിരിക്കൂ, പിടിച്ചുകൊണ്ട് പോകും പട്ടാളം. 3 ദിവസം കഴിഞ്ഞപ്പോൾ മൂപ്പര് പുറത്തിറങ്ങി, ഷെയ്ഖ് പുറത്തിറങ്ങി. അപ്പോൾ പട്ടാളക്കാർ വന്ന് പിടിച്ചുകൊണ്ട് പോയി ശക്തമായി ചാട്ടവാറടി കൊടുത്തു. ശക്തമായ ചാട്ടവാറടി, ചങ്ങലൊക്കെ കെട്ടിയിട്ടടിച്ചു. ഈ അടിച്ച ആൾ പിന്നീട് മുസ്ലിമായി വന്നിട്ട് പറയുന്നുണ്ട്, അന്ന് ഈ അടിയെങ്ങാനും ഒരാനക്കാണ് കൊടുത്തിരുന്നതെങ്കിൽ ലമാത്ത, ആന മരിച്ചുപോയനെ, അത്ര ക്രൂരമായി ഞാൻ അടിച്ചിട്ടുണ്ട് അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹുവിനെ. ബോധം കെട്ടുപോവും, വെള്ളം കൊടുക്കും, പിന്നെയും അടിക്കും. അങ്ങനെ ശിക്ഷയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, അല്ല ഉസ്താദി, എന്തിനാണ് അങ്ങ് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയത്? ഗുഹക്കകത്ത് തന്നെ സേഫായിട്ടിരിക്കായിരുന്നല്ലോ, ഈ ശിക്ഷ കിട്ടൂലായിരുന്നല്ലോ. മക്കളെ, വേറൊന്നുമല്ല, എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റക്ക് പോയപ്പോഴേ സിദ്ദീഖും എൻ്റെ മുത്തുനബിയും ഗുഹക്കകത്ത് താമസിച്ചത് 3 ദിവസമാണ്. അതിൽ കൂടുതൽ എൻ്റെ മുത്തുനബി താമസിച്ചിട്ടില്ല. അപ്പോൾ ആ 3 ദിവസം എന്ന സുന്നത്ത് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തേക്കിറങ്ങിയത്. അവിടെ അടിയൊന്നും എനിക്ക് വിഷയമല്ല. സയ്യിദുന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. സുബ്ഹാനക യാ റബ്ബ്. ചിന്തിച്ച് നോക്കിയേ, നമുക്ക് മസ്അലകളാന്നേ. നമ്മളെത്ര നിസ്കരിക്കും? വിത്ർ 1 റക്അത്ത്? അല്ല മോനെ, 1 റക്അത്ത് നിസ്കരിക്കണമല്ലോ. അല്ല, അത് മറ്റേ ഫത്തുൽ മുയിലില്ലേ, നമുക്ക് പതിവാക്കലാണ് കറാഹത്ത് എന്നില്ലേ. ഇപ്പം ഇന്നൊന്ന് നിസ്കരിച്ചിട്ട് നാളെ 3 നിസ്കരിച്ചാൽ പോരെ? ഇവിടെ ഈമാനുള്ളവർ അങ്ങനെയല്ല. മുത്ത് ഹബീബിൻ്റെ സുന്നത്ത്, അതിനവിടെ അവരൊരു ലൂപ്പ് ഹോൾസ് കണ്ടെത്തൂല. ഹബീബിൻ്റെ സുന്നത്തിനോടൊരു മഹബത്താണ്, വല്ലാത്ത മഹബത്താണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്. ഈ സുന്നത്തിനെ കളിയാക്കുന്നവരുണ്ടല്ലോ, അനുഭവിക്കാതെ പോവില്ല. അത് മറ്റൊരു വിഷയം. സുന്നത്തിനെ കളിയാക്കുന്ന ഒരാളുകളുണ്ട്. എപ്പോഴാണ് കളിയാക്കുന്നത്? കളിയാക്കപ്പെടുന്നൊരു സുന്നത്ത് അത് കല്യാണമാണ്. നിക്കാഹു മിൻ സുന്നത്തി, നിക്കാഹ് എൻ്റെ സുന്നത്താണ് എന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച ആ നിക്കാഹിൽ മഞ്ഞ കല്യാണം, നീല കല്യാണം, ചുവപ്പ് കല്യാണം, എന്തെല്ലാം കല്യാണങ്ങളാണ്. എന്നിട്ട് അവിടെ ആണും പെണ്ണും കൂടെ ഇങ്ങനെ ഡാൻസ് കളിക്കുക. മറ്റേ സാധനം ഉണ്ടല്ലോ നമ്മുടെ, നീ എൻ്റെ ഇപ്പം എല്ലായിടത്തും ഈ സാധനമാണ്. അതല്ല, ഉസ്താദുമാരുണ്ടോ വേദിയിൽ, തങ്ങന്മാരുണ്ടോ? ഒന്നുമില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ചെക്കൻ അവിടെ നിന്ന് ഇപ്പം ഉണ്ടാവും, ചെക്കൻ അവിടെ നിന്ന് ഇവള് കാണിക്കണത് സ്വീകരിക്കാതെ നിൽക്കുക. അതല്ല, നല്ല വടിയെടുത്തിട്ട് കൊടുക്കാനൊക്കെ തോന്നും. പിന്നെ നമുക്കത് പറ്റൂലല്ലോ. അവരുടെ വാപ്പായിമാരുടെ കൈ കെട്ടി നോക്കി ഇങ്ങനെ കൈയൊക്കെ കൊട്ടി ഇപ്പം ഉണ്ട് ഒരു ഉമ്മ. പഠിച്ചോനെ, ഈ മോളിങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്, ഉമ്മ ഇങ്ങനെ കൈ കൊട്ടുക. അതല്ല മോളെ, ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 1-2 മാസമൊക്കെ രസമുണ്ടാവും. ജീവിതം അനുഭവിക്കാതെ നമ്മൾ പോവില്ല. കാരണം നീ കളിയാക്കിയത് മുത്തുനബിയുടെ സുന്നത്തിനെയാണ്, അഷ്റഫുൽ ഖൽക്കിൻ്റെ സുന്നത്തിനെയാണ്. അള്ളാൻ്റെ ശാപം, മലക്കുകളുടെ ശാപം മേടിച്ചിട്ടല്ലാതെ ആ കല്യാണം കൂട്ടിയിൽ നിന്ന് നീ പുറത്തോട്ടിറങ്ങില്ല. വലിയ അപകടമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ സുന്നത്തിനെ പിൻപറ്റുക. എങ്ങനെ? കേവലം സുന്നത്തിനെ മഹബത്തില്ലാതെ പിൻപറ്റുന്ന കുറേ ആൾക്കാരുണ്ട്. അത് നബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ താടി വളർത്തിയാൽ മതി, അല്ലെങ്കിൽ ഞെരിയാണിക്ക് മേലെ പാൻറ് ഉണ്ടായാൽ മതി. അല്ലട മോനെ, ഇതൊക്കെ ചെയ്യണതിന് മുമ്പ് മുത്തുനബിയുടെ ഖൽബിൽ മഹബത്ത് വേണം. റസൂലുള്ളാഹിനെ നീ മനസ്സിലാക്കണം.
മുത്തുനബി ഉമിനീരിങ്ങനെ വായിലേക്ക് എടുക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കയ്യിലേക്ക് തുപ്പ് നബിയെ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും. ഇങ്ങനെ സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ടാണ് ആ സുന്നത്തിനെ അനുധാവനം ചെയ്തത്. അങ്ങനെ അനുധാവനം നീ ചെയ്യുന്നില്ലെങ്കിൽ നിൻ്റെ ജീവിതം തകർന്നു പോകും. ഇനി മൂന്നാമത്തേത് കസറത്തു ഷൗഖി ഇലാ ലിഖാഇഹി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വല്ലാത്തൊരു കൊതി, മഹബത്തുണ്ടോ നിൻ്റെ കൽബിലുണ്ടാവും. മഹബത്തുണ്ടെങ്കിൽ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലേക്ക് ഓടി വന്നത് ഇങ്ങനെ നോക്കും. ഇടയ്ക്കപ്പോൾ റസൂൽ ചോദിക്കുന്നുണ്ട്, അല്ല സിദ്ദീഖ് എന്തു പറ്റി? ഒന്നുമില്ല നബിയെ, അങ്ങേ കാണാതിരുന്നിട്ട് പറ്റണില്ല, ഒന്ന് കാണാൻ കൊതിയായിട്ട് ഓടി വന്നതാണ്. കാണും, വീട്ടിലേക്ക് പോകും. സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഅബാലയത്തിൻ്റെ അടുക്കൽ ദീൻ പറയാൻ പോയപ്പോഴേ അടിച്ച് ബോധം കെടുത്തി ശത്രുക്കൾ. ആരെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. അപ്പോൾ വീട്ടുകാരൊക്കെ ഓടി വന്നിട്ട് മോനെ വെള്ളം കുടിക്കുമെന്ന് പറയുന്നുണ്ട്. അബോധാവസ്ഥയിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റിട്ട് ആദ്യം ചോദിക്കേണ്ടത് മാ ഫഅല റസൂലുള്ള, എൻ്റെ റസൂലുള്ള എവിടെ? എൻ്റെ മുത്തുനബിയെ കാണാതെ ഒരു തുള്ളി വെള്ളം ഞാൻ കുടിക്കൂല. സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സൗബാൻ, എന്ത് പറ്റി സൗബാൻ? ആകെ പനി പിടിച്ചു പോയല്ലോ മോനെ, ആകെ ക്ഷീണിച്ചു പോയല്ലോ മോനെ, എന്ത് പറ്റി? ഒന്നുമില്ല നബിയെ, ഞാനും മരിക്കും അങ്ങും വഫാത്താവും. സൗബാൻ പറയണത് എന്താ? ഞാനും മരിക്കും അങ്ങും വഫാത്താവും. അങ്ങെന്തായാലും സ്വർഗത്തിൽ ഏറ്റവും ഉന്നതിയിലാണുള്ളത്. ഞാനോ സ്വർഗത്തിൽ കടന്നാൽ തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു മൂലയിലായിരിക്കും. സ്വർഗത്തിൽ വെച്ച് അങ്ങയെ കാണാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് പറ്റണില്ല, വെള്ളം കുടിക്കാൻ പറ്റണില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല, എനിക്കൊന്നിനും പറ്റണില്ല നബിയെ, എനിക്ക് പനി പിടിച്ചതാണ് എന്ന് സയ്യിദുന സൗബാൻ റളിയല്ലാഹു അൻഹു. എന്താണ് അവരുടെയൊക്കെ ഒരു സ്നേഹം! ഇങ്ങനെ സ്നേഹിച്ചിട്ട് അനുധാവനം ചെയ്യണമെന്നേ. മുത്തുനബിയെ കാണാൻ കൊതിക്കണം. കനവിലും നിലവിലും നാളെ മഹ്ശറിലും ഒക്കെ കാണാനുള്ളൊരു കൊതി നിൻ്റെ മനസ്സിലുണ്ടോ? അടങ്ങാത്ത ആഗ്രഹമുണ്ടോ? നിൻ്റെ കൽബിൽ മഹബത്തുണ്ട്. നിനക്കങ്ങനെ കാണണമെന്നൊന്നുമില്ല. താടി വെച്ചാൽ മതി. ഒന്ന് പോടാപ്പം അവിടെ. ദീനും അറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ ഹിദായത്ത് കൊടുക്കട്ടെ, നല്ല ബോധം കൊടുക്കട്ടെ. ഹബീബിനോടുള്ള യഥാർത്ഥ മഹബത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തായ സമയത്തെ കുറേ ആളുകൾ സ്വഹാബത്തിന് സഹിക്കാൻ പറ്റണില്ല. പക്ഷേ മുത്തുനബിക്ക് 10 കൊല്ലം സേവനം ചെയ്ത അനസ് അങ്ങനെ വല്ലാതെ കരയണില്ല. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അല്ല അനസേ, നിങ്ങളല്ലേ ശരിക്കും യഥാർത്ഥത്തിൽ കരയേണ്ടത്? പക്ഷേ നിങ്ങളെന്തെങ്ങനെ കരയാതിരിക്കുന്നേ? ഞാനെന്തിനു കരയണം? അറാഖുല്ല ലൈലത്തിൽ ഖലീലി വ ഹബീബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എല്ലാ രാത്രിയിലും എൻ്റെ മുത്തുനബിയെ കാണാറുണ്ട്. ഇതാണ് സ്വഹാബ റളിയല്ലാഹു അൻഹു. മുത്തുനബിയെ കനവിലും നിലവിലും കാണാൻ അതൊരു ആത്മാർത്ഥമായ ആഗ്രഹമായി ഉണ്ടാകണം. ഉണ്ടെങ്കിൽ മഹബത്തുണ്ട്, ഇല്ലെങ്കിലോ പ്രശ്നമാണ്. മുത്തുനബി തിരിഞ്ഞു നോക്കൂല. നമ്മുടെ വീട് ഈ മഹബത്തുമായി ബന്ധമില്ലെങ്കിൽ അത് പിശാചിൻ്റെ കൂടാണ്. അതാണ് മൂന്നാമത്തേത്. നാലാമത്തേത് എന്താ? കസ്റത്തു ദിക്രിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയെ ധാരാളം സ്മരിക്കുക. സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുക. സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യന്മാരാവുക. മഹബത്തുണ്ടെങ്കിലേ സ്വലാത്ത് ഇല്ലുള്ളൂ. ചിലർ പറയും ഞങ്ങൾക്ക് മഹബത്തുണ്ട്, ഞങ്ങൾ മുത്തുനബിയെ സ്നേഹിക്കുന്നുണ്ട്. ഒരു 100 സ്വലാത്ത് അവൻ്റെ ലൈഫിലുണ്ടാവുമോ? ഉണ്ടാവൂല, പറ്റൂല. കാരണം യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഈമാനുള്ളവരെ നിങ്ങൾ സ്വലാത്തിലാണ് എന്നാണ്. ഈമാനുള്ളവർക്കേ ചൊല്ലാൻ പറ്റുള്ളൂ സ്വലാത്ത്. മനസ്സിലാവുന്നുണ്ടാ? ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ഇന്ന ഔലന്നാസി ബി യൗമിൽ ഖിയാമ അക്തറുഹും അലയ്യ സ്വലാ. നാളെ പരലോകത്ത് എന്നോട് അടുത്ത മനുഷ്യന്മാരാരാന്നറിയോ? ഏറ്റവും അടുത്ത് നിൽക്കണവർ എൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചവരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഈ സ്വലാത്തിന് ഒരുപാട് ഗുണങ്ങളാണ്. ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന മനോഹരമായ ഒരു അമലാണ് സ്വലാത്ത്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വസ്നാൻ എന്ന് പറയുന്നൊരു ശൈത്വാനുണ്ട്. ഇവൻ്റെ പണി എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഉറങ്ങാൻ പോണ സമയത്ത് രാത്രി ഇപ്പോൾ നമുക്ക് പ്രസംഗമൊക്കെ കേട്ടൊരു വാതിൽ പോയി, വയല് കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര ഒരു ആത്മാർത്ഥത. പഠിച്ചോനെ ഇപ്പം തന്നെ ഒരു ജുസ് പാരായണം ചെയ്യണം. വേഗം ഖുർആൻ എടുത്ത് ഇങ്ങനെ ഓതാനിരുന്നു. ഒരു പേജ് കഴിഞ്ഞപ്പോൾ തന്നെ ശരീരത്തെ ഇടങ്ങേറാക്കിയിട്ടൊന്നും അങ്ങനെ ഇബാദത്ത് ചെയ്യണ്ടല്ല, അവിടെ മടക്കി വെക്കുക. ഇവൻ്റെ പേരാണ് വസ്നാൻ. ഇങ്ങനെ, അതായത് ഉറങ്ങണ സമയത്ത് നമ്മൾ ഇബാദത്ത് ചെയ്യാൻ തീരുമാനിച്ചാൽ നമ്മൾ ഉറക്കിക്കളയണവനാണ് ആര്? വസ്നാൻ. മനസ്സിലാവുന്നുണ്ട്? അത് മാത്രമല്ല, നേരത്തെ കിടന്നിട്ട് രാവിലെ നേരത്തെ എണീറ്റ് ഇബാദത്ത് ചെയ്യണം നമ്മൾ പ്ലാൻ ചെയ്തു. രാവിലെ നമ്മൾ എഴുന്നേൽപ്പിക്കാത്തവൻ്റെ പേരാണ് വസ്നാൻ. ചിന്തിച്ചു, രാവിലെ നമ്മൾ പറയും എത്രയോ കുറച്ചോനെ എന്തോരം അലാറം വെക്കണം ഉസ്താദേ, എന്നിട്ട് എണീക്കണില്ല. എന്താണെന്നറിയാൻ പാടില്ല. കുറേയൊക്കെ നെഫ്സിൻ്റെ പരിപാടിയുണ്ട്, 2 അടിയുടെ കുറവുണ്ട്. അതല്ല, ചിലപ്പോൾ നമ്മൾ അറിയാതെ പോവും. എന്നാൽ നോക്കിയേ, ഇപ്പോൾ നമ്മൾ പറയുകയാണ് കുടുംബത്തിലൊരു പ്ലാൻ, നമുക്ക് നാളെ എല്ലാവർക്കും കൂടെ നമുക്ക് വീഗാലാൻഡിൽ പോവാം. അപ്പോൾ കറക്റ്റ് 3:30 എണീക്കണം കേട്ടോ. കറക്റ്റ് 3:30 എണീക്കണം. ഇവള് 2:30 അലാറം വെച്ച് കിടന്നാലോ നല്ല ഉറക്കമുണ്ട്. 2 മണിക്ക് ചാടി എണീറ്റിട്ട് ഇവളായിരിക്കും ആദ്യം എല്ലാവരെയും വിളിക്കണത്. ഏത്? സുബഹിക്ക് എണീക്കൽ
പറ്റണില്ല ഉസ്താദി എന്ന് പറഞ്ഞോളായിരിക്കും 2 മണിക്ക് എണീച്ചിട്ട് എല്ലാവരും വിളിക്കണത്. അപ്പോൾ വസ്നാന് പ്രശ്നമല്ല. സുബീക്ക് എണീക്കുമ്പോൾ തഹജ്ജുദിന് എണീക്കുമ്പോൾ വസ്നാന് പ്രശ്നമാണ്. ഈ വസ്നാനെ മാറ്റി നിർത്താൻ ഡെയിലി ധാരാളം സ്വലാത്തില്ല മതിയെന്ന് ഇമാമിനെ ഷാദുലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്താ ഇതിൻ്റെ ഗുണം എന്നറിയോ? നിങ്ങളിപ്പോൾ ഡെയിലി സ്വലാത്ത് ചെല്ലുന്നുണ്ട്. നമ്മുടെ സ്വബാഹുൽ ഖൈറിൽ പങ്കെടുക്കുന്ന ഒരു ഉമ്മ ഡെയിലി സ്വലാത്ത്, ഇപ്പോൾ നമ്മൾ ഡെയിലി സ്വലാത്ത് ചെല്ലുന്നില്ലേ? ഇപ്പോൾ ഒരു ദിവസം ഈ സ്വലാത്ത് പെട്ടെന്ന് കാണുന്നില്ല മദീനയിലേക്ക്. ഒരു ദിവസം നമ്മൾ ചൊല്ലുമ്പോൾ സ്വലാത്ത് ഇങ്ങനെ മദീനയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം പെട്ടെന്ന് നിന്നുപോയി. അപ്പോൾ മുത്തുനബി ചോദിക്കൂല്ലേ, ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം ഇങ്ങോട്ട് വരുന്നില്ല എങ്കിൽ എവിടെ ഇന്നാലിന്ന ആൾ ചൊല്ലുന്ന സ്വലാത്ത് എവിടെ? യാ റസൂലല്ലാഹ്, അവർ മരിച്ചുപോയി നബിയെ. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ മലക്കുകൾ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി അള്ളാൻ്റെ ഹബീബ് ശഫാഅത്ത് ചെയ്യൂലേ? പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇപ്പം ഡെയിലി സ്വലാത്തില്ലണേ മുത്ത് ഹബീബിൻ്റെ കൽബിൽ ഒരു ഇടം പിടിക്കാൻ അത് നമുക്ക് തൗഫീക്ക് ചെയ്യുന്നതാണ്. റിബഈ ഇബ്നു ഹിഷാം എന്ന് പറയുന്ന ഒരു മഹാനുണ്ടായിരുന്നു. അദ്ദേഹം അധികം ഈ ദുനിയാവിനെക്കുറിച്ച് ഇങ്ങനെ ഭയന്നിട്ട് നാളെ പരലോകത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് അധികം ചിരിക്കൂലായിരുന്നു. പക്ഷേ മൂപ്പര് മരിച്ചു കിടന്നപ്പോൾ വഫാത്തായി കിടക്കുമ്പോൾ മുഖത്ത് എന്തോരു പ്രകാശമാണ്, കണ്ണെടുക്കാൻ തോന്നണില്ല, അത്രത്തോളം ചിരിച്ചു കിടക്കുകയാണ്. അപ്പോൾ മൂപ്പരുടെ മയ്യത്തിൻ്റെ അടുക്കൽ നിന്നൊരു അശരീരി പോലെ കേൾക്കുകയാണ്, ഖദ്ദിമൂനി ഇലാ ഖബരി, എന്നെ വേഗം ഖബറിലേക്ക് എത്തിക്കണേ, വറസൂലുള്ളാഹി യന്തളിറുനി ഫീ ഖബരി, എൻ്റെ ഖബറിൽ എൻ്റെ മുത്തുനബി എന്നെ കാത്തു നിൽപ്പുണ്ട്, എന്നെ വേഗം ഖബറിലേക്ക് കൊണ്ടുപോകണേ. യാ അല്ലാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ കാത്തു നിൽക്കുന്നൊരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയേ. സ്വലാത്ത് വർദ്ധിപ്പിക്കുക, മുത്തുനബി തങ്ങളുടെ മേൽ മൗലിദ് വർദ്ധിപ്പിക്കുക. റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ പിന്നെ മൗലൂദും ഇല്ല, സ്വലാത്തും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ആകാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ അല്പെങ്കിലും മുത്തുനബിയുടെ മദ്ഹ് ചൊല്ലാത്ത, സ്വലാത്ത് ചൊല്ലാത്തൊരു ദിവസം പോലും കടന്നു പോകാൻ പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ഇങ്ങനെ ധാരാളം വർദ്ധിപ്പിക്കുക, അത് മഹബത്തിൽ പെട്ടതാണ്. അപ്പോൾ ഈ സ്വലാത്തും അതുപോലെ തന്നെ മൗലിദൊന്നും ഇല്ലാത്ത വീടാണെങ്കിൽ ആ വീട് പിശാചിൻ്റെ കൂടാണ്, സമാധാനം ആ കുടുംബത്തിൽ ഉണ്ടാവില്ല. മനസ്സിലായോ? അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. 5-മത്തതും കൂടെ പറയട്ടെ. എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുന്ന ഒന്നും നിന്നിലുണ്ടാവില്ല, നിന്നിൽ യഥാർത്ഥ മഹബത്താണെങ്കിൽ. ചില ആളുകൾ പറയൂലേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പായും ഉമ്മായും നരകത്തിലാണ്. എടാ, നിൻ്റെ വാപ്പായും ഉമ്മായും നരകത്തിലാന്ന് പറഞ്ഞാൽ നിനക്ക് വേദനിക്കൂലേ? അഷ്റഫുൽ ഖൽക്ക്, ലോകത്തിൻ്റെ നേതാവല്ലേ, അവിടുന്ന് ശുദ്ധമായ പരമ്പരയിലൂടെ ജനിച്ചതെന്ന് ഖുർആൻ പറയുമ്പോൾ അതിനെതിരെ നീ പറയാണോ? മുത്തുനബിയുടെ വാപ്പായും ഉമ്മായും നരകത്തിലായിട്ട് നിനക്ക് എന്താ കിട്ടാനുള്ളത്? ചില ഹദീസുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അല്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, ആമിന ഉമ്മ റളിയല്ലാഹു അൻഹ, ഇവർ നരകത്തിലാന്ന് പറയുമ്പോൾ കൽബ് എന്തോരം വേദനിക്കുന്നുണ്ടാവും. ഇവനൊക്കെ പോവും അങ്ങോട്ട് സ്വർഗത്തിലോട്ട്. ബിദ്അത്ത് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ്. ചിലർ ഞങ്ങൾ മുഹമ്മദ് നബിയെ മനസ്സിലാക്കണ്ട്. എവിടെ? നിങ്ങൾ അബൂജഹൽ മനസ്സിലാക്കിയതുപോലെയാണ് മനസ്സിലാക്കുന്നത്. അബൂജഹലും കണ്ടിരുന്നു മുഹമ്മദിനെ, അതൊരു സാധാരണ മനുഷ്യൻ. പക്ഷേ റസൂലുള്ളാഹിനെ കാണാൻ അബൂജഹലിന് പറ്റിയിട്ടില്ല. അബൂജഹലിൻ്റെ കാഴ്ച കണ്ടതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥ മുസ്ലിം തന്നെ ആവൂല. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് റസൂലുള്ളാഹിനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് സാധാരണ ഒരു മനുഷ്യൻ, സാധാരണ അറബി പയ്യൻ. ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് അള്ളാഹിൻ്റെ ഹബീബാണ്, അഷ്റഫുൽ ഖൽക്കാണ്, സയ്യിദുൽ ഖൽക്കാണ്, താജുൽ അംബിയ ആണ്. ഞങ്ങൾക്കെല്ലാമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളുടെ ഒരു ഹദീസുണ്ട്, തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളും എനിക്ക് കാണിച്ചു തരും, അള്ളാഹ് കാണിച്ചു തരും നമ്മൾ ചെയ്യണ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ തെറ്റ് ചെയ്യണത് ഇമാമിങ്ങൾ പറയുന്നുണ്ട്, മുത്തുനബി കാണുമ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് ഇങ്ങനെ വേദനിക്കുമെന്നാണ്. അപ്പം നമ്മൾ ഹറാം ചെയ്യാൻ പാടുണ്ടോ? മുത്തുനബിയെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം പോലും മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. യഥാർത്ഥ മഹബത്താണെങ്കിൽ ഈ സ്വഭാവങ്ങൾ, ഈ 5 സ്വഭാവം നമ്മിലുണ്ടാവും. നമുക്ക് വേണ്ടി എന്തോരം സഹിച്ചെന്നേ മുത്തുനബിതങ്ങൾ അങ്ങ് ത്വായിഫിൻ്റെ മരവടക്കിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു സപ്പോർട്ടിന് കയറി ചെല്ലണതാണ്. അവിടെ നിന്ന് കയ്യിൽ ഉരുളങ്കല്ലും അതും ഭ്രാന്തന്മാരെയും കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് എറിയിച്ചില്ല എൻ്റെ ഹബീബിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തോരം വേദനിച്ചു നമുക്ക് വേണ്ടിയിട്ട്. ഒരു മനുഷ്യൻ സ്വർഗത്തിലെത്തിയാൽ അയാൾ എല്ലാം മറക്കും. അതായത് ദുനിയാവിലിപ്പോൾ അയാൾക്ക് ക്യാൻസറാണ്, അയാളുടെ ഭാര്യയ്ക്ക് ട്യൂമറാണ്, അയാളുടെ 3 മക്കളും വണ്ടി ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. നോക്ക്, ഈ ഭാര്യ ട്യൂമർ വന്ന്, ഇയാൾ ക്യാൻസർ വന്ന്, രണ്ടുപേരും നരകിച്ച് മരിച്ചു. അത്ര കഠിനമായ ഇടങ്ങേറുകൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. നാളെ പരലോകത്തിൽ ചെല്ലുമ്പോൾ ഇയാളെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ ഒന്ന് മുക്കിയെടുത്തിട്ട് പടച്ചോൻ ചോദിക്കും, മോനെ നിനക്ക് ദുനിയാവിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോടാ? അല്ലാഹ്, എന്ത് പ്രശ്നം? ഒരു കുഴപ്പമുണ്ടായില്ല. അതായത് ദുനിയാവിലെ മുഴുവൻ വേദനയും സ്വർഗത്തിലെ ഒരൊറ്റ മുക്കൽ മറപ്പിച്ച് കളയും. മനസ്സിലായോ? സ്വർഗം എല്ലാം മറപ്പിക്കുന്ന ഒന്നാണ്. എന്നാൽ സ്വർഗം തന്നെ മറന്നുള്ളൊരു ഘട്ടമുണ്ട്. അതെപ്പോഴാണ്? അള്ളാനെ കാണുമ്പോഴാണ്. അള്ളാനെ കാണാൻ പഠിച്ചോ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാനെ കാണുമ്പോൾ സ്വർഗം തന്നെ മറന്നു പോകും. അത്ര അനുഭൂതിയാണ്. അങ്ങനെ കണ്ടൊരു മനുഷ്യനിപ്പോഴുള്ളൂ.
ലോകത്ത് അള്ളാനെ കണ്ട ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ. അതാരാണ്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? അള്ളാനെ കണ്ടാൽ എല്ലാം മറക്കുന്നാണ്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. തിരിച്ചല്ല പറയണം, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിയായവരെ അങ്ങേക്ക് അള്ളാഹുവിൻ്റെ സലാം ഉണ്ടാകട്ടെ. അവിടെ എല്ലാം മറക്കണ ഘട്ടത്തിൽ, അള്ളാഹനെ കാണുന്ന ഘട്ടത്തിൽ എല്ലാം മറക്കൂലേ ഇല്ലേ? അള്ളാഹ് മാത്രമേ ഉണ്ടാവുള്ളൂ മനസ്സിൽ. ആ സമയത്തും നമ്മളെ ഓർത്ത മുത്തുനബി തങ്ങൾ തിരിച്ചു പറയണ പടച്ചവനോട്, എനിക്ക് മാത്രം പോരാ റബ്ബേ, അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എൻ്റെ കുടുംബത്തിലെ നല്ല മനുഷ്യന്മാർക്ക്, എൻ്റെ ഉമ്മത്തിലെ നല്ല മനുഷ്യന്മാർക്ക് നിൻ്റെ സലാം വേണേ അല്ലാഹ്. അവിടെയും ഉമ്മത്തിനെ ഓർത്ത പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനോടുള്ള മഹബത്ത് കൃത്യാകണം. റബീഉൽ അവ്വൽ വിട പറഞ്ഞു പോകുമ്പോൾ അവിടുത്തെ സുന്നത്തിനെ, അവിടുത്തെ സ്വലാത്തിനെ കൃത്യമായി അനുധാവനം ചെയ്യാൻ കഴിയുന്ന ആളുകളായി നമ്മൾ മാറണം. ഈ 5 ഒരെണ്ണമെങ്കിലും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസമാണ്. മഹബത്ത് ഉണ്ടാവില്ലേ? മുത്തുനബിയുടെ മഹബത്തില്ലെങ്കിൽ അള്ളാഹിൻ്റെ മഹബത്ത് നമുക്ക് കിട്ടൂലേ? അപ്പോൾ ഈ മഹബത്ത് ഉണ്ടാകാൻ നമ്മൾ പരിശ്രമിക്കണം, ജീവിതത്തിൽ ഹൃദ്യമായി അന്വർത്ഥമാക്കണം. ഈ ഒരു വീഡിയോ ഒരാളും ഷെയർ ചെയ്യാതെ പോരുത് കേട്ടോ. ഒരാൾക്കെങ്കിലും ഇത് കേട്ടിട്ടൊരു മാറ്റം ഉണ്ടെങ്കിലും നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം, സ്വർഗത്തിൻ്റെ കാവൽക്കാരനായ മലക്കിൻ്റെ പേരെന്താണ്? സ്വർഗത്തിൻ്റെ കാവൽക്കാരനായ മലക്കിൻ്റെ പേരെന്താണ്? ഉത്തരം കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ ചൊല്ലിയിട്ട് അല്പം ബൈത്തിയൊല്ലി നമുക്ക് ദ്വാരക്കണം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. مولاي صل وسلم دائما أبدا على حبيبي. سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ റഹീമായ കരുണക്കടലായ അല്ലാഹ്,
ഈ സദസ്സ് നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. നിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതും യാ റബ്ബന സ്വലാത്തുകൾ ചൊല്ലിയതും പടച്ചവനെ നിന്റെ ഹബീബിന്റെ മദ്ഹുകൾ ചൊല്ലിയതും നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. നീ തടഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. ഖൽബുകൾ പൊട്ടുകയാണ് റബ്ബേ, സങ്കടങ്ങൾ ധാരാളമുണ്ട് അല്ലാ. എല്ലാ സങ്കടങ്ങൾക്കും പരിഹാരം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഐക്യവും സുരക്ഷിതത്വവും നൽകണയല്ല, പരസ്പര സ്നേഹവും വിശ്വാസവും നൽകണയല്ല. ഇണകളെയും സന്താനങ്ങളെയും നീ നന്നാക്കണയല്ല, നിസ്കാരമുള്ള സ്വാലിഹീങ്ങളാക്കണയല്ല, പൊന്നുമക്കളെ ആബിദീങ്ങളാക്കണയല്ല, മാതാപിതാക്കളോട് അദബുള്ള സന്താനങ്ങളാക്കണയല്ല. ഈ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ ഞങ്ങളുടെ സ്വബാഹുൽ ഖൈർ കുടുംബത്തെയും അതുപോലെ മറ്റു മജ്ലിസുകളിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങളെയും ഈ മജ്ലിസിലേക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി ഹദിയ ചെയ്യുന്നവരെയും നീ ചേർത്തു പിടിക്കണേ അല്ലാ. നീ കൈവെടിയല്ലേ അല്ലാ. പ്രയാസങ്ങളെല്ലാം ദൂരീകരിക്കണേ അല്ലാ. അർഹമുർ-റഹീമായ കരുണക്കടലായ റബ്ബേ, നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാ. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ നൽകണേ അല്ലാ. പടച്ചവനെ ജോലിക്കായി വിദേശ ലോകത്തേക്ക് പോയവരുണ്ട്, വിദേശ രാജ്യങ്ങളിലേക്ക് പോയവരുണ്ട്. യാ റബ്ബന ഹൈറായ തൊഴിൽ നീ നൽകണേ അല്ലാ. തടസ്സങ്ങളെല്ലാം നീക്കണേ അല്ലാ. സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ. മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാ. റഹമുർ-റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, അസുഖബാധിതർ ധാരാളമുണ്ട്, പരിപൂർണ ശിഫാ നൽകണേ അല്ലാ. ആജിലായ ശമനം നൽകണേ അല്ലാ. സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. പടച്ചവനെ പലരും ഹോസ്പിറ്റലുകളിലാണ്, പരിപൂർണ സൗഖ്യം നൽകണേ അല്ലാ. പരിപൂർണ സൗഖ്യം നീ നൽകണേ അല്ലാ. പരിപൂർണ സൗഖ്യം നീ നൽകണേ അല്ലാ. റഹമുർ-റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, യാ റബ്ബന പടച്ചവനെ വീടില്ലാത്തവരുണ്ട്, ഹൈറായ ഭവനം നൽകണേ അല്ലാ. സ്വന്തമായി വീടെന്നൊരു സ്വപ്നം എത്രയും പെട്ടെന്ന് സാക്ഷാത്കരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. യാ റബ്ബന ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കുടുംബങ്ങളിൽ നിന്ന് സുഹൃത്തുക്കളിൽ നിന്ന് വിട പറഞ്ഞു പോയവർ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഖബറിടം പ്രകാശപൂരിതമാക്കണേ അല്ലാ. പടച്ചവനെ ജീവിച്ചിരിക്കുന്ന കാരണവന്മാർ, മാതാപിതാക്കൾ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി നൽകണേ തമ്പുരാനെ. ഈ സദസ്സിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തുൻ നഈമിൽ നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാ. ആമീൻ برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته.